നമസ്കാരം. BMS ഡോക്ടർ ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശ്വാസകോശ പരിശോധനകളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ്. പലർക്കും പല സംശയങ്ങളുണ്ടാവും. ഈ ടെസ്റ്റുകളൊക്കെ ആവശ്യമാണോ? ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അനാവശ്യമല്ലേ? എന്നൊക്കെ നമ്മുടെ ഈ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴയിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ മറിയം ബീവിയാണ്. വെൽക്കം മാം. ഹലോ. ശരിക്കും ഈ ടെസ്റ്റുകളുടെയൊക്കെ ആവശ്യകത എന്താണ്? നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് മാത്രം നമുക്ക് പലപ്പോഴും രോഗം നിർണ്ണയിക്കുക എന്നുള്ളത് ചിലപ്പം സാധ്യമാവില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് നമുക്ക് ഈ പരിശോധനകളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ്, അതായത് കൃത്യമായ രീതിയിലുള്ള രോഗം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അത് കണ്ടെത്തുന്നതിലൂടെ നമുക്ക് രോഗിക്ക് കൃത്യമായ ചികിത്സ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ അടുത്തേക്കൊരു വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ ഒരു മാസമായിട്ട് പനിയായിട്ടുള്ള ഒരു പേഷ്യൻ്റ്, അല്ലെങ്കിൽ ചുമച്ച് കഫത്തിൽ രക്തമയം വരുന്ന പേഷ്യൻസ്, അങ്ങനത്തെ പേഷ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ OP ബേസിൽ ഇപ്പോൾ സിംറ്റമാറ്റിക് മെഷേഴ്സ് എന്ന് നമ്മൾ പറയും. അതായത് പനിക്ക് നമ്മൾ പനിയുടെ മരുന്ന് കൊടുക്കുന്നു, ചുമയ്ക്ക് ചുമയുടെ മരുന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാലും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറില്ല. മിക്കവാറും അവർക്ക് അണ്ടർലൈങ് എന്തെങ്കിലും ഒരു ഡിസീസ് ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനത്തെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനത്തെ വരുന്ന പേഷ്യൻസിലാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിശോധനകൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെ അവർക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു രോഗനിർണയവും അതുവഴി അവർക്ക് ചികിത്സയും നമുക്ക് സാധ്യമാക്കാവുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, നമ്മൾ ഈ പൾമനോളജിയെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് ബ്രോങ്കോസ്കോപ്പി. ആക്ച്വലി എന്താണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ? ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ക്യാമറയുള്ള ഒരു ഡിവൈസ് നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തിവിടുന്നു. അതുവഴി ലങ്സിന്റെ ഒരു എൻഡോസ്കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുവഴി നമ്മൾ ലങ്സിന്റെ ഉള്ളിൽ നമുക്ക് എയർവേസ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് സാമ്പിൾസ് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചില പേഷ്യൻസിന്, ചില ആൾക്കാർക്ക് നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ചിലപ്പോൾ അവർക്ക് ശ്വാസമുട്ടൽ മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക്, വളരെ ഇപ്പോൾ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആക്സിഡൻ്റലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം തെരപ്പിൽ പോവാന്ന് പറയില്ലേ, അപ്പോൾ ആസ്പിറേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഫുഡിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. അത് കാരണം ശ്വാസനാളികൾ ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ഈ ശ്വാസമുട്ടലൊക്കെ വന്നിട്ടുണ്ടാവുക. അപ്പം അങ്ങനത്തെ ഫോറിൻ ബോഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ആസ്മ പേഷ്യൻസിനൊക്കെ എപ്പോഴും ഈ കഫമായിരിക്കും. അങ്ങനത്തെ ചെറിയ കഫത്തിൻ്റെ പീസ് പോലും പോയിട്ട് നമുക്ക് ഈ ശ്വാസനാളികൾ അടഞ്ഞു പോയാലും ഭയങ്കര ശ്വാസമുട്ടലായിട്ടൊക്കെ വരും. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ നമുക്ക് അവരുടെ ജീവൻ വരെ രക്ഷിക്കാൻ സാധിക്കും. പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ന്യൂമോണിയ പേഷ്യൻസ്, നമ്മൾ ICUയിലേക്കൊക്കെ അഡ്മിറ്റ് ചെയ്ത് വരുന്ന പേഷ്യൻസിന് ചിലപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പെട്ടെന്നുള്ള വ്യത്യാസങ്ങളും പെട്ടെന്നുള്ള റിക്കവറി, അതുവഴി നമുക്ക് കൂടുതൽ ഹോസ്പിറ്റൽ സ്റ്റേ ഒഴിവാക്കാം, ICU സ്റ്റേ ഒഴിവാക്കാം. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പം മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡയഗ്നോസ് ചെയ്യാൻ, അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സാമ്പിൾസ് എടുക്കുന്നു, സാമ്പിൾ കൊടുത്തിട്ട് നമ്മൾ ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്നു. പിന്നെ ഇതേമാതിരിയുള്ള സിറ്റുവേഷൻസിൽ ചിലപ്പം അവരുടെ ഒരു ലൈഫ് തന്നെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചേക്കും. ഇങ്ങനത്തെ ഒരു ഫോറിൻ ബോഡി ആസ്പിറേഷനോ അല്ലെങ്കിൽ കഫം കെട്ടി നമ്മൾ ലങ്സ് മുഴുവൻ വീക്കായിട്ടുള്ള അവസ്ഥകൾ വരിക, അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ മാഡം പറഞ്ഞു സാമ്പിൾ എടുക്കുന്നു, നമ്മൾ എൻഡോസ്കോപ്പിയും ബ്രോങ്കോസ്കോപ്പിയും ഒക്കെ ചെയ്ത് അതിനല്ലേ നമ്മൾ ബയോപ്സി എടുക്കുക എന്ന് പറയുന്നത്? ബയോപ്സി എന്ന് പറയുന്നത് നമ്മുടെ ഈ ലങ്സിൽ നമ്മൾ ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുമല്ലോ, അപ്പോൾ അത് ചിലപ്പോൾ നമ്മളെ ലങ്സിൻ്റെ ഉള്ളിൽ തടിപ്പായിട്ടായിരിക്കും കാണുക. അപ്പോൾ അങ്ങനത്തെ തടിപ്പുകളിൽ നിന്ന് നമുക്കിപ്പോൾ ആ തടിപ്പ് മാത്രം വെച്ചിട്ട് അത് ക്യാൻസറാന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു CT സ്കാൻ്റെ ഫൈൻഡിങ് വെച്ചിട്ട് മാത്രം നമുക്കത് ക്യാൻസറാന്ന് പറയാൻ പറ്റില്ല. ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ടിഷ്യൂ ഡയഗ്നോസിസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ തടിപ്പിൽ നിന്ന് ഒരു ചെറിയൊരു ഫോർസെപ്സ്, ഒരു കത്രിക പോലത്തെ ഒരു സാധനം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ബയോപ്സി എടുത്തിട്ട് അത് നമ്മൾ സെൻഡ് ചെയ്യും, സാമ്പിൾ ഏത് ടൈപ്പ് ഓഫ് ഇതാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇത് യൂഷ്വലി പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്? ഇതങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നുമല്ല. നമ്മൾ ചെറിയൊരു സെഡേഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒട്ടും വേദന ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല. നമ്മൾ അറിയും, പിന്നെ ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. ഇത് മൂക്ക് വഴി നമ്മൾ തൊണ്ട വഴി അകത്തേക്ക് ലങ്സിലേക്കാണ് വിടുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. പക്ഷെ അത് ഒഴിവാക്കാനും നമ്മളൊരു ചെറിയ സെഡേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭയപ്പെടേണ്ട ഒന്നല്ല ഈ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല. അങ്ങനെ ഭയപ്പെടേണ്ട ഒരു പ്രൊസീജിയർ അല്ല ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ചില ആൾക്കാർക്ക് നമ്മൾ OPD ബേസിസിലും ചെയ്യാറുണ്ട്.
OP-യിൽ നമ്മൾ വളരെ ഓക്കെ ആയിട്ടുള്ള പേഷ്യൻസിനെ ആണെങ്കിൽ അന്ന് ഒരു ദിവസം ചെയ്ത് അപ്പം തന്നെ നമ്മൾ വൈകിട്ടത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുക. അങ്ങനത്തെ ഒരു ഡേ കെയർ പ്രൊസീജിയറാണിത്. പലർക്കും പൾമനോളജിസ്റ്റിനെ കാണാൻ വരുന്നവർ പറയുന്ന കേട്ടിട്ടുണ്ട്, എനിക്ക് അലർജിയാണ്. ഇപ്പൊ എനിക്ക് തന്നെ ഡസ്റ്റ് അലർജി ഉണ്ട്. എവിടെയെങ്കിലും ചെറുതായിട്ടൊരു പൊടി തട്ടിയാൽ പോലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമയും തുമ്മലും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഈ അലർജീസ് കണ്ടുപിടിക്കാൻ വല്ല പരിശോധനകളുണ്ടോ? അത് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അലർജീസ് എന്ന് പറയുന്നത്. പലർക്കും ഈ ഒരു ചിലപ്പം ഈ പൊടിയാവാം, അല്ലെങ്കിൽ ഈ പൂമ്പൊടി ആവാം, അല്ലെങ്കിൽ ഫുഡ് അലർജീസ് ആവാം. അങ്ങനത്തെ അലർജീസ് ആണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ ആസ്മ ഉള്ള പേഷ്യൻസിന് വരാം, അല്ലെങ്കിൽ ഈ പറയുന്ന എപ്പോഴും തുമ്മല്, ജലദോഷം, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും നമ്മൾ. അങ്ങനത്തെ പേഷ്യൻസിനൊക്കെയാണ് ഈ ഒരു സിംറ്റം ആയിട്ട് വരാറ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജി കൂടി, ചിലപ്പോൾ ഒരു ഫുഡിനോട് നമുക്ക് അലർജി ഉണ്ടായിട്ട് ആ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവന് വരെ ഭീഷണിയാവുന്ന അനഫൈലാക്സിസ് എന്ന് പറയുന്ന സിറ്റുവേഷൻസിലേക്കൊക്കെ പോകാം. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാർ എപ്പോഴും അതിൻ്റെ നമുക്ക് എന്തിനോടാണോ അലർജി ഉള്ളത് അതെപ്പോഴും കണ്ടെത്തി വെക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇത് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയും. അതൊരു ജസ്റ്റ് ഒരു ഇൻട്രാഡെർമൽ ടെസ്റ്റാണ്. നമ്മുടെ കൈയുടെ മുകളിൽ നമ്മളിങ്ങനെ ഓരോ അലർജൻ ഇട്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് അത് റീഡ് ചെയ്യും. അവിടെ നമുക്ക് അതിൻ്റെ റിയാക്ഷൻ കിട്ടും. അതിനെ റീഡ് ചെയ്തിട്ടാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കിപ്പം ചില ആൾക്കാർക്ക് വീട്ടിലെ പൊടി, ഈ ചെലന്തി വല, അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഉണ്ടാവും അലർജി. അപ്പം അതിന് സ്പെസിഫിക് ആയിട്ട് അതിനെ മാറ്റുവാണെങ്കിൽ അതിൽ നിന്നുള്ളൊരു സിംറ്റമാറ്റിക് റിലീഫും കിട്ടുന്നതാണ്. ചിലവർക്ക് ഈ പൊടിയും അതല്ലാതെ മെഡിസിൻസ് അലർജി ഉണ്ടാവാറുണ്ട്. നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. മരുന്നിനോട് ഉള്ള അലർജിയും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പേഷ്യൻസിന് ഈ പറയുന്ന അലർജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് ചില മെഡിസിൻസിനോട്, പാരസെറ്റമോള് അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിലുള്ള മെഡിസിൻസിനോടൊക്കെ ചിലപ്പോൾ അലർജി വരും, ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സിനോടുള്ള അലർജി വരും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും അത് ഏത് ഡ്രഗിനോടാണ് അലർജി എന്നുള്ളത് കണ്ടെത്തി വെക്കണം. കാരണം ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ആ ഡോക്ടർ അറിയാതെ അവർക്ക് അലർജി ഉള്ളത് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അനഫൈലാക്സിസ് അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെയും സംഭവിക്കും. അപ്പം അങ്ങനത്തെ പേഷ്യൻസിന് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഇതേമാതിരി തന്നെ ഇൻട്രാഡെർമലിയും പിന്നെ വായിൽ കൂടെ കൊടുത്തിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യും, ചെറിയ ചെറിയ ഡോസിൽ കൊടുത്തിട്ട്. അതിനെയാണ് നമ്മൾ ഡ്രഗ് അലർജി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒരു കാര്യമാണ്, എനിക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് ബ്രീതിങ് ഇഷ്യൂസ് വരുന്നുണ്ട്. അവർക്ക് നേരെ ശ്വാസം വിടാൻ പറ്റാറില്ല, അല്ലെങ്കിൽ സ്നോറിങ് കൂടുതലാണ്, കൂർക്കം വലി കൂടുതലാണ്. അപ്പൊ ഡോക്ടർ എന്നോട് സ്ലീപ്പ് സ്റ്റഡി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്താണ് ഡോക്ടർ ഈ സ്ലീപ്പ് സ്റ്റഡി? സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നതും ഈ പറയുന്ന ഈ ഒത്തിരി കൂർക്കം വലി ഉള്ള ആൾക്കാർക്ക് ഒക്കെ നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. അതായത് ഉറക്കത്തിൽ നമ്മുടെ ശ്വാസം ഒന്ന് നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അത് കാരണം അവരുടെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകുന്നു. അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു സ്ലീപ്പ് സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം അത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്, ഒന്ന് ഭയങ്കര സ്നോറിങ്, ഈ പറഞ്ഞ മാതിരി കൂർക്കം വലി ഒത്തിരി ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ഭയങ്കര അമിത വണ്ണമൊക്കെ ഉള്ള ആൾക്കാർക്ക്, പിന്നെ അവർക്ക് ഭയങ്കര ക്ഷീണം, ഭയങ്കര തലവേദന, അല്ലെങ്കിൽ അവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവുക, അല്ലെങ്കിൽ സാധാരണ വെറുതെ ഇരിക്കുമ്പം ഉറങ്ങിപ്പോവുക, രാത്രിയിലത്തെ ഉറക്കം അങ്ങ് പൂർണ്ണമാവാത്ത രീതിയിലുള്ള ക്ഷീണം കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിൽ നമ്മളിങ്ങനെ ശ്വാസം മുട്ടി എഴുന്നേൽക്കുക, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സ്ലീപ്പ് സ്റ്റഡി ചെയ്തിട്ട് നോക്കേണ്ടത്. അതായത് അവർക്ക് സ്ലീപ്പ് അപ്നിയ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ സ്ലീപ്പ് അപ്നിയ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഈ CPAP പോലെയുള്ള കുറച്ച് മെഷീൻസ് ഒക്കെ ഉണ്ട്, പോസിറ്റീവ് പ്രഷേഴ്സ് കൊടുക്കുന്ന മെഷീൻസ്, അല്ലെങ്കിൽ ചിലപ്പം ENT സർജറീസ് അവർക്ക് ആവശ്യമായിട്ട് വരും, വെയിറ്റ് റിഡക്ഷൻ, അങ്ങനത്തെ പല പല കാര്യങ്ങൾ അതിൽ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അത് നിയന്ത്രിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ മാതിരി നമുക്ക് പല സ്ട്രോക്ക്, അറ്റാക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. ഡോക്ടർ, ചിലർക്ക് ശ്വാസമുട്ടൽ കൂടി നെഞ്ചിൽ ട്യൂബ് ഇട്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും ആ ട്യൂബ് ഇടുന്ന പ്രൊസീജിയറിനെ പറയാം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർകോസ്റ്റൽ ഡ്രെയിൻ എന്ന് പറയും, ICD. അത് ചെസ്റ്റ് ട്യൂബാണത്. അത് നമ്മൾ സാധാരണയായിട്ട് ഈ ലങ്സിൻ്റെ പുറത്ത് വെള്ളം കെട്ടുക അല്ലെങ്കിൽ വായു കെട്ടുക, അങ്ങനത്തെ 2 കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ICD ഇടേണ്ടതായിട്ട് വരുന്നത്. അത് ഈ COPD ഒക്കെ ഉള്ള രോഗികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടി അതിലുള്ള കുമിളകൾ പൊട്ടിയിട്ട് പുറത്ത് വായു കെട്ടും. അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ICD എന്ന് പറയുന്ന ട്യൂബ് ഇടും. പിന്നെ ചില ആൾക്കാർക്ക് ന്യൂമോണിയ മൂലം പുറത്ത് ലങ്സിൻ്റെ പുറത്ത് നീർക്കെട്ടൽ വരും.
ഇതിനെ നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ, അതായത് ന്യൂമോണിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നീർക്കെട്ടലാവാം, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളക്കെട്ടൽ വരാറുണ്ട്. ഇതിനെ രണ്ടിനെയും മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ICD എന്ന് പറയുന്ന ട്യൂബ് ഇടുന്നത്. പിന്നെ ഇതിൽ നമ്മൾ വായു കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ICD ഇടൽ വളരെ അത്യാവശ്യമാണ്. അത് അയാളുടെ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഈ ICD ഇടുക എന്നുള്ളത്. പിന്നെ ഒത്തിരി ന്യൂമോണിയ കൂടിപ്പോയി ഈ ലങ്സിന്റെ പുറത്ത് ഈ വെള്ളക്കെട്ടലിൽ പഴുപ്പ് വന്ന് ചിലപ്പം പഴുപ്പ് അറകളിലായിട്ടൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ഈ ട്യൂബിൽ കൂടെ ചെറിയ മരുന്നുകൾ അങ്ങോട്ടിട്ട് ഈ ലങ്സിന്റെ ഉള്ളിലുള്ള ആ പുറത്തുള്ള പഴുപ്പ് പൊട്ടിച്ച് മൊത്തത്തിൽ ഡ്രെയിൻ ചെയ്യാനും അങ്ങനത്തെ ചികിത്സാ മാർഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ക്യാൻസർ പോലുള്ള അസുഖമുള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കെട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ COPD ഉള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് വായു പൊട്ടി കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഇതിനിങ്ങനെ റിക്കറൻറ്റ് എഫ്യൂഷൻ അല്ലെങ്കിൽ റിക്കറൻറ്റ് ന്യൂമോതൊറാക്സ് എന്ന് നമ്മൾ പറയും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെറിയ മരുന്ന് ഈ രണ്ട് ശ്വാസകോശത്തിന്റെ രണ്ട് പാളികളാണ് ഉള്ളത്, അതിൻ്റെ ഇടയ്ക്കിലേക്ക് മരുന്നിട്ടിട്ട് അതിനെ രണ്ടിനെ കട്ടിയാക്കാനുള്ള ചികിത്സാ മാർഗങ്ങളും ഉണ്ട്. അതിനെ നമ്മൾ പ്ലൂറോഡസിസ് എന്ന് പറയും. അങ്ങനത്തെ 1-2 കാര്യങ്ങളും കൂടി നമുക്ക് ഈ ചെസ്റ്റ് ഡ്രെയിൻ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ചില ആൾക്കാർക്ക് പഴുപ്പ് കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ സർജറിയൊക്കെ ചിലപ്പോൾ ആവശ്യം വരുന്ന പേഷ്യൻസിന് ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഈ മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് സർജറി അവോയ്ഡ് ചെയ്യാനും പറ്റാറുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഉപയോഗങ്ങൾ വരുന്നത്. താങ്ക് യു മാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വളരെ കൃത്യമായിട്ടും സിമ്പിൾ ആയിട്ടും പറഞ്ഞു തന്നതിന്. ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളോടാണ്, പരിശോധനകളെ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ അസുഖത്തെ കൃത്യമായി കണ്ടുപിടിക്കാനും അത് ആവർത്തിക്കാതിരിക്കാനും സഹായിക്കും. ഓർക്കുക, ചിലപ്പോൾ ഒരു പരിശോധന നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. വീണ്ടും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ, ഇറ്റ്സ് ഐശ്വര്യ സൈനിങ് ഓഫ്.